ഇന്ന് പകലിൽ നാം 19-ാം സങ്കീർത്തനമാണ് നമുക്ക് പഠനവിധേയമായ നിലയിൽ വായിച്ച് നമ്മൾ കേട്ടത്. 18-ാം സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ വരെ നമ്മൾ വളരെ ചുരുക്കമായി ചിന്തിച്ചു. പരിമിതമായ നിമിഷങ്ങൾക്കുള്ളിൽ ഈ തിരുവിടത്തിൽ നിന്ന് ദൈവം എന്താണ് ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നത് നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. 19-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദൈവമനുഷ്യനായ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ സങ്കീർത്തനം ദാവീദ് ഏത് സാഹചര്യത്തിലാണ് എഴുതി എന്നത് വ്യക്തമല്ല. വേദപണ്ഡിതന്മാരായ C.H. സ്പർജൻ, ആൽബർട്ട് ബാൻസ് തുടങ്ങി വേദപണ്ഡിതന്മാർ പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ, അഥവാ അദ്ദേഹം തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ 2 ഗ്രന്ഥങ്ങളായ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലൂടെയും വചനത്തിലൂടെയും നൽകപ്പെട്ട പ്രമാണങ്ങൾ അദ്ദേഹം വായിച്ച് ഗ്രഹിക്കുവാനായിട്ടിടയായി. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതലായി ദൈവത്തെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 19-ാം സങ്കീർത്തനം എഴുതിയെന്ന് ഈ വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തോ ആകട്ടെ, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് എന്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്. ഒരുപക്ഷെ ദാവീദ് ശത്രുക്കളെ ഭയന്നോടി പലവട്ടം തുറന്ന ആകാശത്തിന്റെ കീഴിൽ കിടക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പകൽ രാത്രി എന്നെ അവിടെ വിശ്രമിക്കേണ്ട സാഹചര്യങ്ങൾ ദാവീദ് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ദാവീദ് തുറന്ന ആകാശത്തിന്റെ കീഴിൽ കിടന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ദൈവസൃഷ്ടിയുടെ മാഹാത്മ്യം ഒരുപക്ഷെ തന്റെ നയനങ്ങൾക്ക് വെളിപ്പെടുകയും ആ ദൈവിക വെളിപ്പാട് പിൽക്കാലങ്ങളിൽ തന്റെ ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിച്ചു എന്ന് ന്യായമായി ചിന്തിക്കുന്നതാണ് ഏറ്റവും യുക്തി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, സാഹചര്യം ഏതായാലും ഈ തിരുവെടുത്തിലൂടെ വളരെ ആധികാരികമായ വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ ദൈവം വെളിപ്പെടുന്ന 3 തലങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 1 മുതൽ 6 വരെ ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുന്നു. അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വചനത്തിൽ കൂടെയുള്ള ദൈവിക വെളിപ്പാട് നമുക്ക് ദർശിക്കാം. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കൃപയ്ക്കായി അപേക്ഷിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ ദർശിപ്പാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഈ സങ്കീർത്തനത്തിനകത്ത് ദൈവത്തെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല. പക്ഷേ ബൈബിൾ പറയുന്നു ദൈവത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ ആ ദൈവം ഒരിക്കലും മറഞ്ഞിരിക്കുന്നവനല്ല എന്ന് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ദൈവം ഉണ്ട് എന്നതിൻ്റെ സ്ഥായിയായ ചില തെളിവുകളാണ് ഈ സങ്കീർത്തനം നമുക്ക് എന്ത് ചെയ്യുന്നത്, നൽകിത്തരുന്നത്. അത് ദൈവം പ്രകൃതിയിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ഉണ്ട് എന്നതിന്റെ തെളിവ് ദൈവം പ്രകൃതിയുടെ എന്ത് ചെയ്തിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു പടി കൂടെ നമ്മൾ അല്പം കൂടെ മുൻപോട്ട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2ാം ഭാഗം വരുമ്പോൾ ദൈവം തിരുവെഴുത്തുകളിലൂടെ ദൈവ മനുഷ്യനോട് എന്ത് ചെയ്യുന്നു, ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു.
പ്രധാനമായി ദൈവം ഉണ്ട് എന്നത് നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്ന് 3 കാര്യങ്ങളിലൂടെയാണ് ഈ 19-ാം സങ്കീർത്തനത്തിൽ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമുണ്ട് എന്നതിന് അനിഷേധ്യമായ 3 തെളിവുകൾ. 1 പ്രവചനം, 2 എഴുതപ്പെട്ട പ്രമാണം, 3 നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യങ്ങളിലൂടെ ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യഗ്രത കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് പക്ഷേ ഒരു പുസ്തകമായിട്ട് നമുക്ക് വിഭാവന ചെയ്യുവാൻ കഴിഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് എഡിഷനായി അത് നിലകൊള്ളുന്നത് കാണുവാൻ കഴിയും. അതിന്റെ സെക്കൻഡ് എഡിഷനാണ് തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത്, അതിന്റെ തേർഡ് എഡിഷനാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ ദൈവം സ്തോത്രം ചെയ്യുന്നു. താൻ ഉണ്ട് എന്നും താൻ സ്വയംഭൂവാണെന്നും തന്നിലൂടെയാണ് സകലതും നിയന്ത്രിതമായിരിക്കുന്നതെന്നും ഒക്കെ തമ്പുരാൻ ഈ തിരുവെഴുത്തുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ ശ്രദ്ധിക്കണം. അതിന്റെ 1-ാമത്തെ വാക്യം അവൻ ഒരു ആവർത്തി കൂടെ ശബ്ദമുയർത്തി വായിക്കാമല്ലോ. 1-ാമത്തെ വാക്യം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ എന്ത് ചെയ്യുന്നു? പ്രസിദ്ധമാക്കുന്നു. ഈ ദൈവത്തിന്റെ കൈവേലയിലൂടെ മനുഷ്യൻ ദൈവത്തെ അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യന് നമുക്ക് 3 തലങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും? ദർശിപ്പാനായി കഴിയും. 1 മനുഷ്യൻ എന്ന് പറയുന്നത് അവനൊരു ബുദ്ധിജീവിയാണ്. 2 മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ധാർമ്മിക ബോധമുള്ളവനാണ്. 3 അവനിൽ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്, ഒരു ആത്മീയതയുണ്ട്. ആദ്യം പറഞ്ഞു മനുഷ്യൻ അവനൊരു ബുദ്ധിജീവിയാണ്. സകലവും വിവേകത്തോടെ ജ്ഞാനത്തോടെ വീക്ഷിക്കുന്നവനാണ് ആര്? മനുഷ്യൻ. 2 മനുഷ്യൻ ധാർമ്മിക ബോധമുള്ളവനാണ്. അവന്റെ ധാർമ്മിക ബോധമാണ് പലപ്പോഴും പല തിന്മകളിൽ നിന്ന് അവന്റെ കാൽ വിലക്കുവാനായിട്ട് തന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത് ചെയ്യുവാൻ പാടില്ല, അവിടെ പോകുവാൻ പാടില്ല എന്നുള്ള വിലക്കുകളെല്ലാം ഏർപ്പെടുത്തുന്നത് അവന്റെ ധാർമ്മിക ബോധമാണ്. അതുപോലെ തന്നെ അവനൊരു ആത്മീകനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവമുണ്ട് എന്നും ദൈവമായിട്ടാണ് തനിക്ക് ബന്ധമുള്ളത് എന്നും അവൻ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ ഈ നിലകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവന് കൃത്യമായും ഈ വെളിപ്പാടിലൂടെ ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് തമ്പുരാൻ പ്രകൃതിയിലൂടെ മനുഷ്യന് വെളിപ്പെടുവാനിടയാക്കിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം തന്നെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായ നിലയിലാണ് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തെ കാണുവാനുള്ള ഏറ്റവും നല്ലൊരു മുഖാന്തരം, നല്ലൊരു ഉപാധിയാണ് ഈ കാണുന്ന പ്രപഞ്ചം, ഈ കാണുന്ന പ്രകൃതി. ഈ പ്രകൃതിയിലൂടെ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, അതുപോലെ 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ വേഗത്തിൽ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 27. അവർ ദൈവത്തെ തപ്പി നോക്കി അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. 14-ന്റെ 15 കൂടെ. പുരുഷന്മാരെ, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി
അവൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ ശുശ്രൂഷയിൽ സംഭവിച്ച ലുസ്രയിൽ സംഭവിച്ച ഒരു അത്ഭുതത്തോടനുബന്ധമായി അവൻ തങ്ങളെ ആരാധിക്കുവാൻ വന്ന് എവിടുത്തെ നിവാസികളോട് പറയുന്ന കാര്യമാണ്, അവൻ വ്യർത്ഥകാര്യങ്ങളെ വിട്ടിട്ട് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിലേക്ക് നിങ്ങൾ തിരിയണം. അവൻ ഈ പ്രകൃതിയാകുന്ന സുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഈ ആരാധനയിലൂടെ ആ കാര്യം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ക്രിസ്തുവിനെയും ദൈവരാജ്യത്തെയും വചനത്തിലൂടെയുള്ള രക്ഷയെയും അദ്ദേഹം വരച്ചു കാണിക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കണം, നമ്മൾ വായിച്ച ആ സങ്കീർത്തനം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവൻ സർവശക്തനെ ദൈവമായിട്ടാണ് സങ്കീർത്തനക്കാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സർവശക്തനെ ദൈവമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സകലത്തിന്റെയും നിയന്ത്രിതാവ് എന്ന അർത്ഥത്തിലാണ് പരിശുദ്ധാത്മാവ് ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അവൻ സ്തോത്രം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവൻ ആരുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. അവൻ സ്വയംഭൂവായി നിൽക്കുന്നവനാണ്. അവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്നവനാണ്. അവൻ ചിന്തിച്ചാൽ ഇച്ഛിക്കുന്നത് ചെയ്യുന്നവനാണ്. അവൻ താൻ ആഗ്രഹിക്കുന്നു അത് നിവർത്തിക്കുവാൻ കഴിയുന്നവനാണ്. ദൈവം എന്ന ആശയം പരിശുദ്ധാത്മാവ് ഈ തിരുവെടുത്തിലൂടെ നമുക്ക് നൽകി തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന് അവിടെ നിശ്ചയിക്കും പോലെ നമ്മളിൽ പ്രവർത്തിപ്പാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ അവൻ ഉളവാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അവൻ നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ ഈ സർവശക്തന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ കാരണം അവൻ തന്നിൽ തന്നെ മതിയായവനാണ്. തന്നിൽ തന്നെ സ്വയം പര്യാപ്തതയുള്ളവനാണ്. തന്നിൽ തന്നെ സ്വയമായി നിൽക്കുവാൻ കഴിയുന്നവനാണ്. അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവം നമുക്കുള്ളത് കൊണ്ട് അവനെ അനുഗമിക്കുവാൻ ഇറങ്ങി തിരിച്ച അവന്റെ കുഞ്ഞുങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ സർവശക്തൻ ഇന്ന് പകലും അവൻ സകലത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരാണോ അവന്റെ കരങ്ങളിൽ കൊടുക്കുന്നത് അവരുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവൻ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ അത്യത്ഭുതങ്ങൾ നിർവഹിച്ച് ഔന്നത്യത്തിന്റെ പാതകളിലേക്ക് നടത്തുവാൻ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സൃഷ്ടി എന്ന നിലയിൽ നാം ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ നമ്മൾ വായിച്ച സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ 1-2 ചില വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവിധ തലങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രധാനമായി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ 1-ാമത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രപഞ്ചമാണ്, ഈ കാണുന്ന പ്രകൃതിയാണ്. അപ്പോൾ അതിനായി അദ്ദേഹം പറയുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന് തന്നെ പ്രധാനമായി 3 ദളങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ന്യായമായി മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ള 3 പ്രതിഭാസങ്ങൾ? 1 നമ്മൾ ഈ കാണുന്ന ഈ ആകാശം, 2 ഭൂമി, 3 സമുദ്രം. ഇത് 3മാണ് ഈ പ്രപഞ്ചത്തിന്റെ 3 ദളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വസ്തുതകളിലൂടെ ഒരു ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം ആകാശമാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് 2-3 ആഴ്ചകൾക്ക് മുൻപ്. സ്വർഗങ്ങൾ എന്നാണ് ഉൽപ്പത്തി 1:1 നമ്മൾ വായിക്കുന്നത്. ആകാശം എന്നല്ല, സ്വർഗങ്ങൾ അതിന്റെ ഒറിജിനൽ പരിഭാഷ. അപ്പോൾ ദൈവം ആദിയിൽ സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയും, സ്വർഗങ്ങളും ഭൂമിയുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ ഈ ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായി 3 തട്ടുകളുണ്ട്. 1 മേഘമണ്ഡലം, അത് കഴിഞ്ഞ് വായുമണ്ഡലം, പിന്നെ നക്ഷത്രമണ്ഡലം. ഇതിനപ്പുറമാണ് സ്വർഗാദി
സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നക്ഷത്ര മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വളരെ നക്ഷത്രപൂരിതമായ നിരവധി സിസ്റ്റം എന്റെ തമ്പുരാൻ എന്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്, ശ്രദ്ധിച്ചു വച്ചിരിക്കുകയാണ്. ഈ നക്ഷത്ര മണ്ഡലത്തിലേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ, നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മുടെ നയനങ്ങൾക്ക് മനോഹരമായ ദൈവസൃഷ്ടി നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ കാണുന്ന സോളാർ സിസ്റ്റത്തെ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ പറയുവാൻ കഴിയും, ഇത് സ്വയമേ ഉണ്ടായതല്ല, ഇതിന്റെ പുറകിൽ ഒരുവനുണ്ട്, ഇതിനെ ചമച്ച ഒരുവനുണ്ട്, ഇത് സ്വയമായി നിൽക്കുവാൻ കഴിയത്തില്ല, ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ട് എന്ന് ഈ നക്ഷത്ര കൂട്ടങ്ങൾ അവർ നമ്മെ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ നക്ഷത്രങ്ങൾ അവൻ സ്തോത്രം ചെയ്യുന്നു, ചലിക്കുവാൻ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് പോകുവാനുള്ള ചില പാതകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് നക്ഷത്രങ്ങളാണ് ആകാശഗംഗയിലുള്ളത്. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തിൽ ഇടിച്ച് അത് അപകടങ്ങൾ സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് തമ്പുരാൻ എന്ത് ചെയ്തിരിക്കുന്നു അറിയാം. ഓരോ നക്ഷത്രങ്ങൾക്കും, നെപ്റ്റ്യൂനാകട്ടെ, പ്ലൂട്ടോയാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, എല്ലാ ഗ്രഹങ്ങൾക്കും സഞ്ചരിക്കുവാൻ തമ്പുരാൻ ഒരു പാത നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. ഈ പാതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ നക്ഷത്രങ്ങള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓർബിറ്റിലൂടെ, ആ ഭ്രമണപഥത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ നക്ഷത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ സ്വയമായി ഉളവായവരല്ല, ഞങ്ങളെ ഉണ്ടാക്കിയ ഒരുവനുണ്ട്. ഞങ്ങൾ സ്വയം പ്രകാശിപ്പിക്കുന്നവരല്ല, ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരുവനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്വയമേ ഇതുവരെ റൺ ചെയ്യുവാൻ കഴിയത്തില്ല, ഞങ്ങളെ റൺ ചെയ്യിപ്പിക്കുന്ന ഒരുവനുണ്ട്. അപ്പോൾ സഹോദരൻ, ഞങ്ങൾ സ്വയമായി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴികൾ നടക്കുകയല്ല. എന്റെ അപ്പൻ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഭ്രമണപഥമുണ്ട്. ആ ഭ്രമണപഥത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ അത് വിട്ടുകഴിഞ്ഞാൽ, ഒരുപക്ഷെ ആ ഭ്രമണപഥം വിട്ടുകഴിഞ്ഞാൽ അവർ പരസ്പരം കൂട്ടികളി സംഭവിക്കാം, അവർ അപകടങ്ങൾ ഉണ്ടാകാം, അവർ പൊട്ടലുകളും ചീറ്റലുകളും സംഭവിക്കാം. അതുകൊണ്ട് അപ്പൻ വെച്ചിരിക്കുന്ന വര വിട്ട് ഒരടി പോലും ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല എന്ന് ഈ സൗരയൂഥ സിസ്റ്റം നമ്മെ നോക്കി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ സങ്കീർത്തനത്തിൽ 8-ാം സങ്കീർത്തനം അതിന്റെ ആ 2-ാമത്തെ വാക്യം കൂടെ ഒന്ന് വേഗത്തിൽ വായിച്ച 2-ാമത്തെ വാക്യം. അടുത്ത വാക്യം, വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മർത്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1-ാം വാക്യത്തിൽ, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണം, എന്റെ തമ്പുരാന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് വളരെ മനോഹരമാണ്. അവൻ ദൈവത്തിന്റെ ഈ സൃഷ്ടി കണ്ടുകൊണ്ട് മനുഷ്യൻ പറയുകയാണ്, നീ ഉണ്ടാക്കിയ ആകാശത്തെയും നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും ഓർക്കുമ്പോൾ അവൻ ഞങ്ങൾ മനുഷ്യർ എന്തുമാത്രമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ നക്ഷത്രങ്ങൾ പഠിപ്പിക്കുന്നു, അവൻ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുകയാ. ഇന്ന് പകൽക്കാലം ബുദ്ധിമാൻ എന്ന് പറയുന്ന, വിവേകമതി എന്ന് അഭിമാനിക്കുന്ന, അവൻ സകല ടെക്നോളജിയുടെയും വൈദഗ്ധ്യം തെളിയിച്ചവൻ എന്ന് സങ്കല്പിക്കുന്ന അവൻ മനുഷ്യനോ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ട്, ദൈവത്തിന്റെ വഴികളെ വിട്ട് അവൻ തോന്നിയാസമുള്ളവനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവൻ ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ആകാശത്തിൽ നോക്കുക, ആകാശവിധാനത്തിലുള്ള നക്ഷത്രങ്ങൾ നോക്കുക, അവ ദൈവത്തെ അനുസരിക്കുകയാണ്, ദൈവം തന്നെ നിശ്ചയിച്ച വഴികളിലൂടെ നടക്കുകയാണ്. അത് ദൈവത്തിന്റെ യുദ്ധം മാത്രമാണ് ചെയ്യുന്നത്. അത് ലോകജനതയ്ക്ക് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലേ മനുഷ്യ, അവർ നിങ്ങൾക്ക് പ്രകാശിപ്പാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ പാതകളിലാണോ എന്ന് പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നമ്മളിവിടെ ഭൂമിയെ, അവൻ പ്രകൃതിയുടെ മറ്റൊരു ദളമാണ് ഭൂമി എന്ന് പറയുന്നത്.
ഭൂമി. ഈ ഭൂമി ഒരു തിയറി ഇങ്ങനെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, വാൻ തിയറി എന്നാണ്. ആ തിയറി അനുസരിച്ച് ഭൂമി സൂര്യനിൽ ഒരു ഭയങ്കരമായ ഒരു പൊട്ടിത്തെറി, ഒരു സ്ഫോടനം എന്ത് ചെയ്തു, സംഭവിച്ചു. ഒരു സ്ഫോടനം സംഭവിച്ചപ്പോ അതെന്ത് ചെയ്തു, അതിൽ നിന്ന് ആ പാളികൾ ഇളകി വീണു. അതിലൊരു കഷ്ണമാണ് ഭൂമി എന്നാണ് ചില പുള്ളിക്കാര് പഠിപ്പിക്കുന്നത്. എന്നാൽ ഭൂമിയെ എങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു, എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ച് വേദപുസ്തകം വളരെ ആധികാരികമായ നിലയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിക്ക് തന്നെ ഭൂവൽക്കം, മാൻഡിൻ, പ്രതലം, ഇങ്ങനെ 3 തട്ടുകളുണ്ട്. അതിനപ്പുറമായിട്ടാണ് ഭൂകേന്ദ്രം എന്ന് പറയുന്ന ഏകദേശം പ്രതലത്തിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെയാണ് ഭൂകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂകേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തീഗോളമാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതാണ് ദൈവം തമ്പുരാൻ ഭൂമിയെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച് പല വിധത്തിലുള്ള പഠിപ്പിക്കലുകളാണ് നിലവിലുള്ളത്. പല വിധത്തിൽ ഓരോരുത്തരും ഓരോ നിലകളിലാണ് പഠിപ്പിക്കുന്നത്. മിശ്രീകർ പറയുന്നത് 5 തൂണുകളിൽ ഈ ഭൂമി എത്തിയിരിക്കപ്പെട്ടിരിക്കുകയാണ്, സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്, നിർത്തപ്പെട്ടിരിക്കുകയാണ്. പുരാതന ഗ്രീക്കുകാർ പറയുന്ന ഒരു കാര്യം, അല്ലസ് എന്ന് പറയുന്ന ഒരു ദേവൻ, അല്ലസ് എന്ന് പറയുന്ന ദേവൻ തന്റെ ശിരസ് അല്പം താഴ്ത്തി ഒരു തോളിൽ ഇതിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പുരാതന ഗ്രീക്കുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ഐതിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് ഭൂമി 1000 തലയുള്ള അനന്തൻ എന്ന് പറയുന്ന സർപ്പം ഭൂമിയെ വഹിക്കുന്നു എന്നും, അപ്പോൾ തന്നെ ഭൂമാദേവിയാണ് ഭൂമിയെ നിലനിർത്തിയിരിക്കുന്നതെന്നും എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? അവൻ ദൈവവചനത്തിൽ മഹർഷിവര്യനായ ഇയ്യോബ്, അവൻ വളരെ ആധികാരികമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഭൂമിയെ ദൈവം ഒന്നുമില്ലായ്മയിൽ നാസ്തിത്വത്തിന്മേൽ അവൻ തൂക്കി ഇട്ടിരിക്കുന്നു. അവൻ അനന്തൻ എന്ന സർപ്പമോ ഭൂമാദേവിയോ അല്ല വഹിക്കുന്നത്, മറിച്ച് തമ്പുരാൻ നാസ്തിത്വത്തിന്മേൽ ഒന്നുമില്ലായ്മയുടെ നടുവിൽ എന്റെ അപ്പൻ ഭൂമിയെ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് ശാസ്ത്രീയപരമായി തന്നെ സർ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അത് തെളിയിക്കുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും അത് പഠിച്ചവരുമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, അവൻ ഈ ഭൂമി എന്ന് പറയുന്നത്, അവൻ സ്വന്തം ഈ ഭൂമിയാണ് ദൈവം മനുഷ്യന് വേണ്ടി അധിവാസത്തിനായി അനുവദിച്ചിരിക്കുന്ന ഇടം, സ്ഥലം എന്നത്. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം. പക്ഷേ ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭൂമി ദൈവത്തിന്റെ പാദപീഠം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വർഗത്തിൽ അവിടത്തെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമിയിൽ അവിടത്തെ പാദപീഠത്തെ വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തെ അവൻ സ്തോത്രം ചെയ്യുന്നു, ഉൾക്കൊള്ളുവാൻ അവൻ ആകാശങ്ങൾക്കോ സ്വർഗങ്ങൾക്കോ ഈ ഭൂമിക്കോ മതിയാവുകയില്ല. അത്രയ്ക്കും വലിയവനാണ്, അത്രയ്ക്കും ശ്രേഷ്ഠനാണ് എന്ന ഒരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നമുക്ക് നൽകുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും അവൻ ഒതുക്കുവാൻ കഴിയാത്തവരാണ് അവൻ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ ദൈവം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭൂമിയാണ് മനുഷ്യന്റെ പ്രയോജനത്തിനായി എന്ത് ചെയ്തിരിക്കുന്നത്, ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയോട് ദൈവം കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൽ വിതയ്ക്കുന്ന വിത്തുകൾ അത് മുളപ്പിക്കുന്നു. ആകാശത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന ഒരു തുള്ളി മഴ പോലും ഇതെന്ത് ചെയ്യുന്നില്ല, വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നില്ല. ഈ ഭൂമി അതിനെ സ്വീകരിക്കുന്നു. അവൻ ഇവിടെ വളരുവാൻ വിത്തുകൾക്ക്, അവൻ ഇവിടെയുള്ള വൃക്ഷങ്ങൾക്ക് വളരുവാനുള്ള അവൻ ജലം അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം എന്തെല്ലാം നൽകിയാലും അത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഈ ഭൂമി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല
അവൻ ഇവിടെയുള്ള കന്നുകാലികളെ നോക്കുക, അവൻ ആകാശത്തിലെ പറവുകൾ നോക്കുക. അവൻ പറയുന്നു, അവൻ സ്തോത്രം, ഞങ്ങൾ വിതയ്ക്കുന്നില്ല, ഞങ്ങൾ കൊയ്യുന്നില്ല, ഞങ്ങൾ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ എന്റെ തമ്പുരാൻ ഇവിടെ ഈ ഭൂമിയില്, ഈ പ്രപഞ്ചത്തില് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. അവൻ സ്തോത്രത്തിക്കുന്നു. അവൻ സ്തോത്രം പെരിഞ്ഞാറ് ഉണ്ടല്ലോ, അത് മടങ്ങി വരുന്നതിനുള്ള കാലം അറിയുന്നുണ്ട്. അവൻ സ്തോത്രം കാല തന്നെ യജമാനനെ അറിയുന്നുണ്ട്, അവന്റെ പുത്രത്തിയെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ തിരുവഴുത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, ഈ പ്രകൃതി, ഈ ഭൂമി, ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ, ജന്തുക്കൾ, വൃക്ഷങ്ങൾ, അവൻ സസ്യലതാദികൾ, അവൻ സ്വന്തം ദൈവമുണ്ടാക്കിയ പലതും ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായി തീരുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവമുണ്ടാക്കിയ മനുഷ്യർ അവർ ഇന്ന് ദൈവത്തെ അനുസരിക്കുന്നില്ല. അവർ വികലമായി ജീവിക്കുന്നു, അവർ ദുഃഖപ്രവൃത്തികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരെ കാട്ടിക്കൂട്ടി ദൈവിക ന്യായവിധി അവർ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അവൻ മാത്രമല്ല, നമ്മൾ കാണുന്നു, മഹാത്മാൻ വളരെ മനോഹരമാണ് അവൻ സമുദ്രം എന്ന് പറയുന്നത്. അവൻ സമുദ്രത്തിൽ പോകുവാൻ, കടലിൽ പോകുവാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ തിരമാലകളിൽ ഇറങ്ങി കളിക്കുവാൻ നമുക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ നമ്മൾ സയൻസിലൂടെ പഠിക്കുമ്പോൾ ഈ സമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 34,000 കിലോമീറ്റർ താഴ്ചയാണ് ഈ സമുദ്ര ജലസംഭരണിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. 34,000 മൈൽ താഴ്ച എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ഭൂമിയെയും 1.5 മൈൽ ഉയരത്തിൽ മൂടുവാനുള്ള ജലസംഭരണിയാണ് തമ്പുരാൻ ഇതിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ഈ സമുദ്രം പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുകയാ? തമ്പുരാൻ ഞങ്ങൾക്കൊരു കര വച്ചിരിക്കുകയാ. ഈ കര വിട്ട് നിങ്ങൾ അല്പം പോലും എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ഒരു വേദവാക്യം വായിച്ചാട്ടെ. അവൻ സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ? എന്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ? ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അത് കടക്കയുമില്ല. ഈ സമുദ്രത്തിന്റെ ദൈവം തമ്പുരാൻ ഒരു അതിരിക്കുകയാ, വച്ചിരിക്കുകയാ. അത് എത്ര അലച്ചാലും, എത്ര അതിങ്ങനെ പ്രലോഭനം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് വന്നാലും അവൻ തമ്പുരാൻ പറയുന്നു, ഞാൻ അനുവദിക്കാതെ ഇത് എന്ത് ചെയ്യത്തില്ല, ഇങ്ങോട്ട് കയറത്തില്ല. ഈ തിരമാലകളും പറയുക, എന്റെ അപ്പൻ വച്ചിരിക്കുന്ന ഒരു അതിരുണ്ട്, ഈ അതിര് വിട്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല, മുമ്പോട്ട് പോയിട്ടില്ല. പക്ഷേ അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ള ഹൃദയമുണ്ട്, അവർ ശഠിച്ച് പോയി കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവം വച്ചിരിക്കുന്ന ഈ അതിര് വിട്ട് അവർ എന്ത് ചെയ്തു, പോയി. അവർ ശാഠ്യമുള്ളവരായതുകൊണ്ട്, അഹങ്കാരികളായതുകൊണ്ട്, സ്വസ്നേഹികളും സ്വാർത്ഥികളും ആയതുകൊണ്ട് തമ്പുരാൻ വെച്ച അതിരിനെ ലംഘിച്ചാണ് ഇന്നത്തെ ക്രൈസ്തവ സഭ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അവൻ ദൈവമുണ്ടാക്കിയ പ്രകൃതി ദൈവത്തിന്റെ വാക്കിന് കീഴ്പ്പെടുമ്പോൾ, ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തെ അനുസരിക്കുമ്പോൾ, അവൻ സ്വന്തം തേജസ്സും ബഹുമാനവും അധികാരവും എല്ലാം നൽകി അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ജീവശ്വാസം നമ്മിലേക്ക് ഊതി അവൻ തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കി ഭൂമിയിൽ വെച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ കഴിയുന്നില്ല. തന്നിട്ടക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ പ്രകൃതി വിളിച്ചു പറയുന്നു, പ്രകൃതി ദൈവത്തെ അനുസരിക്കുന്നു എങ്കിൽ നാം ഓരോരുത്തരും ആ ദൈവത്തെ അനുസരിപ്പാൻ കടപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ ഒന്നാം ഭാഗത്തിൽ ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. അങ്ങനെ അതിന്റെ 19-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവൻ ദൈവം തിരുവചനത്തിലൂടെ അവൻ നമ്മോട് ഇടപെടുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ചാട്ടെ അതിന്റെ 7-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 7-ാമത്തെ വാക്യം 19-ാം സങ്കീർത്തനം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമായത്, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ 2-ാം ഭാഗത്തിൽ സർവശക്തനെ കുറിച്ച് യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ സർവശക്തനെ ദൈവമെന്ന് അതിസംബോധന ചെയ്യുന്നു. 2-ാം ഭാഗത്തിൽ യഹോവ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടിട്ട് മോശയോട് പറയുകയാ, ഞാന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അവന് സ്തോത്രം, ഞാൻ സർവശക്തിയുള്ള ദൈവമായിട്ട് നിനക്ക് പ്രത്യക്ഷനായി, പക്ഷേ യഹോവയായി ഞാൻ നിനക്ക് എന്ത് ചെയ്തിട്ടില്ല, പ്രത്യക്ഷൻ ആയിട്ടില്ല എന്ന് മോശയോട് പറയുന്നു. യഹോവ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ജനത്തിന് വേണ്ടി അവൻ എല്ലാം ആയിത്തീരുന്നവൻ എന്നാണ് യഹോവ എന്ന വാക്കിന്റെ അർത്ഥം. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു, അവൻ ആത്മീക ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ വീണ്ടെടുക്കുവാൻ യഹോവ എന്ന് പറഞ്ഞവൻ അവൻ തന്നെത്താൻ അവൻ നമുക്ക് വേണ്ടി എല്ലാമായി തീരുമാനടയായി, എല്ലാമായി തീരുമാനടയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക പട്ടിന് ദൈവം കണ്ടു, ആത്മീക ദാരിദ്ര്യം ദൈവം കണ്ടു, ആത്മീകമായിരിക്കുന്ന പിരിമുറുക്കങ്ങൾ ദൈവം കണ്ടു. അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് വേണ്ടി എന്തായി, അവൻ ജീവനുള്ള അപ്പമായി ദൈവമായിരുന്നവൻ, അവൻ ജീവനുള്ള അപ്പമായി ദേശത്തിൽ മനുഷ്യനായി അവൻ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി എല്ലാറ്റിനും എല്ലാമായി തീരുന്നവനാണ് അവൻ നമ്മുടെ കർത്താവ്. അവൻ സ്വന്തം മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്, യഹോവയായിട്ടല്ല പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇന്ന് പകൽക്കാലം പുതിയ നിയമസഭയോട് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ദൈവമായിട്ട് മാത്രമല്ല, ഞാൻ യഹോവയായിട്ട് അവൻ നിനക്ക് വേണ്ടി എല്ലാറ്റിനും എല്ലാമായിട്ട് അവൻ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദാരിദ്ര്യം മാറ്റുക, നമ്മുടെ കഷ്ടതകളെ മാറ്റുക, നമ്മുടെ വേദനകളെ നീക്കുക, നമ്മുടെ രോഗങ്ങളെ നീക്കുക, അവൻ നമുക്ക് വേണ്ടി എല്ലാറ്റിനും എല്ലാമായി തീരുക. അവരുടെ യഹോവയായി തന്നെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയിലും ഒതുങ്ങാത്തവരാണ്, ഈ പ്രപഞ്ചത്തിനകത്ത് ഒതുങ്ങുവാൻ കഴിയാത്തവരാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു കാര്യമുണ്ട്, അവൻ നമ്മുടെ ഈ കൊച്ചു ഹൃദയത്തിനകത്തുണ്ടല്ലോ, അവിടുത്തെ സിംഹാസനം സ്ഥാപിച്ച ഈ ചെറിയ ഹൃദയത്തിനകത്തിരിക്കുക എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന്റെ ഭൂമിക്കും അവനെ ഒതുക്കുവാൻ കഴിയത്തില്ല. പക്ഷെ നല്ല മനസ്സോടെ അവനെ ആരെങ്കിലും ക്ഷണിച്ചാൽ ആ ഹൃദയത്തിനകത്ത് അവനെ ഒതുക്കുവാനായി കഴിയും. ഇന്ന് പകൽക്കാലം ഈ ഹൃദയം ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് കൊടുക്കുക. എന്റെ കർത്താവ് നമ്മുടെ ഭവനത്തിന്